സമ്മതിച്ചല്ലോ. സമസ്തക്കെതിരില്ല, ഇല്ല. ഞങ്ങൾക്കെതിരുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരുണ്ടോ? ഇല്ല. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തില്ലേ? ഉണ്ട്. ഔലിയാക്കൾക്ക് കറാമത്തില്ലേ? ഉണ്ട്. എന്നാൽ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും കാര്യത്തിൽ സമസ്തയും സലഫി പ്രസ്ഥാനവും വേർതിരിയുന്ന അതിർവരമ്പ് എവിടെയാ? എവിടെയാ? ആലോചിക്കണം. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. മുഅ്ജിസത്തുള്ളതാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് ആര്? മുജാഹിദ്. മുഅ്ജിസത്താകട്ടെ അമ്പിയാക്കളുടെ കഴിവല്ല. ഇവർ അമ്പിയാക്കളാകുന്നു. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ ജീവിതമുണ്ട്. അത് പറയാൻ ഞാൻ തെരഞ്ഞെടുത്തയച്ച പ്രവാചകന്മാരാകുന്നു ഇവർ എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു മറ്റാർക്കുമില്ലാതെ ഞാൻ തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ തന്നെ ഇത് എന്ന് തെളിയിക്കാൻ അവരിലൂടെ പ്രകടിപ്പിക്കുന്ന അവരുടെ കഴിവിൽപ്പെടാത്ത അമാനുഷിക ദൃഷ്ടാന്തത്തെയാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. ഇനിയോ സമസ്തക്ക് സംഭവിച്ചെന്താ? മുഅ്ജിസത്ത് ആരാണോ കൊടുത്തത് ആ ശക്തിയെ സമസ്ത വിട്ടു. പടച്ചോനെ ശ്രദ്ധിക്കണം, അടിവരയിട്ട് ശ്രദ്ധിക്കണം. വളരെ പ്രധാനമായ പ്രബലമായ തെളിവുകളാണ് പറയുന്നത്. അതായത് അള്ളാഹുവാണ് മൂസാ നബിയുടെ വടി പാമ്പാക്കണത്. മൂസാ നബി അല്ല. മൂസാ നബി ചെയ്യുന്നത് അപ്പതൊരു തൂവാല, ഒരു കർച്ചി, ഇതെനിക്ക് താഴെ ഇടാം, നിങ്ങൾക്കൂടാം. പക്ഷെ മൂസാ നബിന്റെ കയ്യിലുള്ള വടിക്കൊരു പ്രത്യേകത. ആ വടിക്കൊരു പ്രത്യേകത പിന്നെന്താ? ആ വടി മൂസാ നബിന്റെ കയ്യിൽ നിന്ന് താഴെ പോകുമ്പോ മാത്രമേ അള്ള പാമ്പാക്കുള്ളൂ. അത് ഫിറൗനെടുത്ത് താഴെട്ടാലോ അത് വടിയായിട്ട് തന്നെ താഴെ പോകൂ, പാമ്പാവൂല. എന്താ? മൂസാ നബീനെ അള്ള നബിയാക്കിയിട്ടില്ല. മൂസാ നബീനെ അള്ള നബിയായിട്ട് തെരഞ്ഞെടുത്തില്ല. മൂസാ നബി ഫിറൗനോട് പറയണ എന്താ? ഞാൻ അള്ളാന്റെ പ്രവാചകനാണ്, ഞാൻ അള്ളാന്റെ പ്രവാചകന്. അതിനെന്താ തെളിവ്? അതിനാണ് ഇതാ വടി. വടിക്ക് എന്താ പ്രശ്നം? വടി ഒന്നുമില്ല, വടി നിലത്തിട്ട കണ്ടോ കണ്ടോ. ആ വടി നിലത്തിടുക എന്ന് മാത്രമാണ് മൂസാ നബി ചെയ്യുന്നത്. അതിനെ പാമ്പാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഫിറൗനിന്റെ മജീഷ്യന്മാരൊക്കെ വടി നിലത്തിട്ട് പാമ്പായപ്പോ മൂസാ നബി പേടിച്ചത്. പേടിക്കേണ്ട മൂസ, നീ നിന്റെ തൊട്ടോ അതെല്ലാം അതിനെ വിഴുങ്ങിക്കോളും. വേണ്ട. ഇവിടെ ആലോചിക്ക, സമസ്തയിലെ യുവാക്കള്, സമസ്തയെ ചുറ്റിപ്പറ്റിയൊക്കെ ജീവിച്ച പഴമക്കാരായ ആരെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അവരാലോചിക്കുക, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തേക്ക് ഇടുക എന്നല്ലാതെ അതിനെ പാമ്പാക്കുന്നത് മൂസാ നബി അല്ല, അള്ളാഹുവാണ്. ഇവിടെ സമസ്തക്ക് സംഭവിച്ചെന്താ? വടി താഴെയിട്ട് പാമ്പാക്കിയ അള്ളാഹുവിനെ നിങ്ങൾ മറന്നു. മൂസാ നബിയുടെ മുഅ്ജിസത്തിന് പ്രാധാന്യം കൊടുത്ത് മൂസാ നബിയോട് അതിന്റെ പേരിൽ ദ്വേരക്ക എന്ന് നിങ്ങൾ വാദിച്ചു. ആ വാദം ലോകത്തൊരു പ്രവാചകന്റെ അനുയായികൾക്കും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല. മനസ്സിലാവണുണ്ടോ ആവോ എനിക്കറിയില്ല. ഒരു നബിയുടെയും മുഅ്ജിസത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ പടച്ചോനെ വിട്ട് ആ മുഅ്ജിസത്ത് ആരിലൂടെയാണോ പ്രകടിപ്പിക്കപ്പെട്ടത് ആ പ്രവാചകനെ പിടിച്ചിട്ടില്ല. കറാമത്തിന്റെ കാര്യം അങ്ങനെ. അതായത് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം, മുഅ്ജിസത്ത് എന്നതൊരു സത്യമാണ്. അമ്പിയാക്കൾക്കൊക്കെ വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ആ മുഅ്ജിസത്ത് ഇവർ അള്ളാന്റെ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കാനാണ്, അല്ലാതെ അവരോട് ദ്വേരക്കാനല്ല. അതുകൊണ്ടാണല്ലോ ഒരു നബിയുടെ മുഅ്ജിസത്തിനെയും മുൻനിർത്തി ഒരു നബിയോ നബിയുടെ അനുയായികളോ ഔലിയാക്കളോ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന വസ്തുത നാം സുതരാം മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവണുണ്ടോ? ഇനിയോ കറാമത്ത്. കറാമത്തുള്ളതല്ലേ? അതെ, കറാമത്തുള്ളതല്ലേ? ഇവിടെയും സംഭവിച്ചത് എന്താ? ഇവിടെ സമസ്തക്കാരായ ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, കറാമത്ത് ആർക്കാണോ ഉള്ളത് അവരെ പിടിച്ചു സമസ്ത. കറാമത്ത് ആരാണോ കൊടുത്തത് ആ ശക്തിയെ വിട്ടു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കറാമത്ത് ആർക്കാണോ ഉള്ളത് അവരെ വിട്ടു. കറാമത്ത് ആരാണോ കൊടുത്തത് ആ ദാതനെ പിടിച്ചു. ഇതിൽ നമ്മൾ ഏത് മാർഗം സ്വീകരിക്കണം? സക്കരിയ നബി സ്വീകരിച്ച മാർഗമാണോ സ്വീകരിക്കേണ്ടത്? അല്ല, സക്കരിയ നബി സ്വീകരിക്കാത്ത ഒരു വഴി സമസ്ത ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഏത് സ്വീകരിക്കണം? വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. എന്താ ഇതിനർത്ഥം? അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അപ്രകാരം
നമ്മുടെ കൽപ്പന പ്രകാരം നാം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തയച്ചു. നമ്മുടെ കൽപ്പന പ്രകാരം നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ആളുകളാണ് അവര്, ആ പ്രവാചകന്മാർ അല്ലേ. ആ പ്രവാചകന്മാരിൽ സക്കരിയ അലൈഹിസ്സലാം അല്ലേ, ഈ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മെഹ്റാബിലേക്ക് വരുമ്പോ വവജദ ഇൻദഹാ റിസ്ഖ, അവിടെ ഭക്ഷണം കാണുകയാണ്. അതായത് മെഹ്റാബിലേക്ക് വരുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈകളിൽ അല്ലാഹ് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തിട്ട് ഭക്ഷണം കാണുകയാണ് ആര്? സക്കരിയ അലൈഹിസ്സലാം. ക്ഷാമകാലത്ത്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള കാലത്ത് വെറൈറ്റിയുള്ള, വ്യത്യസ്തതകളുള്ള നല്ല ഫുഡ്, ഏറ്റവും ശ്രേഷ്ഠമായ ഫുഡ് ആകാശത്തുനിന്ന് മറിയം ബീവിക്ക് അല്ലാഹ് ഇറക്കി കൊടുക്കുക. ഇത് കറാമത്തല്ലേ? ആണ്. ഇത് ഖുർആൻ അംഗീകരിച്ചതല്ലേ? ആണ്. ഇതിനെ മുജാഹിദുകൾ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനെ കളവ് പറയണം? മുജാഹിദുകൾ കറാമത്തിനെ നിഷേധിക്കുന്നു, കളവ് പറയണം. പിന്നെ എന്താ അങ്ങളും ഞങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം? അത് നേർക്ക് നേരെ കേട്ടോളൂ. ഇത് പറയുന്ന ഖുർആനിക വചനം എന്റെ സമസ്തയിലെ യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ പരിശോധിക്കണം. എന്താണത്? ഖുർആൻ അവിടെ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഭക്ഷണം ഇറക്കി കൊടുത്ത് പറഞ്ഞു. അത് കണ്ട സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? അതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. അല്ലേ? സമസ്തക്കാര് ചെയ്ത പോലെ അദ്ദേഹം ചെയ്തോ? ഏതുപോലെ? എവിടെങ്കിലും ഒരു കറാമത്തുള്ള ബീവി ഉണ്ടെന്ന് കേട്ടാൽ മൈക്കിലൂടെ വമ്പിച്ച അനൗൺസ്മെന്റ്. ഒരു ഉദാഹരണം പറയാം. ഇവിടുത്തെ പള്ളി വളരെ പഴക്കമുള്ള സുന്നി പള്ളിയാണെന്ന് പറയും. മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതൽ കാലം മുമ്പുള്ള പള്ളി. ഈ പള്ളിന്റെ മെഹ്റാബില് നാളെ സുബഹിക്ക് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഉസ്താദ് വന്നു നോക്കുമ്പോൾ ആകാശത്തുനിന്ന് ഭക്ഷണം ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഉസ്താദ് അത്ഭുതപ്പെട്ട്, കയറില്ല, വേറെ തട്ടില്ല, വേറൊരാൾ കൊണ്ട് ചേർക്കണം. അത് താനെ ഇങ്ങനെ പയ്യെ വന്ന് ഇറങ്ങി അവരുടെ കൈകളിൽ. അത്ഭുതപ്പെടൂലേ? അത്ഭുതപ്പെടും. സമസ്തയുടെ മുസ്ലിയാരാണെങ്കിൽ എന്താ ചെയ്യുക? സുബൈ ബാങ്ക് കൊടുക്കാണ്ട് മൂപ്പരും മൈക്കിലൂടെ ഓയ് വന്നോളിയോയ്, പഠിക്കലുള്ളവർക്ക് സൗഭാഗ്യം, മുന്തിയ ബീവി വന്നിക്കണോ, വലിയ കറാമത്തുള്ള ബീവിതാ വന്നിക്കണേ എന്ന് ഒരു അനൗൺസ്മെന്റ്. പിന്നെ നാട്ടിൽ ഇവിടെയൊക്കെ പന്തല് കെട്ടി ഇതുപോലെ കാറും വണ്ടിയും ബഹളമയമായി ഈ നാട്ടിൽ ഇങ്ങനെ. ഇതാണ് സമസ്തയുടെ ഇസ്ലാം. എന്നാ സക്കരിയ നബിയോ? അതാണ് നമുക്കുള്ള പാഠം. നമുക്ക് പ്രവാചകന്മാരാണ് പാഠം. സമസ്തക്ക് പ്രവാചകന്മാർ അംഗീകരിക്കപ്പെട്ടവരല്ല. സമസ്ത പ്രവാചകന്മാർ അംഗീകരിക്കാത്തവരാണ്. കർമ്മത്തിലും ധർമ്മത്തിലും, നാക്കിലും എഴുത്തിലും ഉണ്ട്, ജീവിതത്തിലില്ല. കർമ്മത്തിലില്ല, ധർമ്മത്തിലില്ല, വിശ്വാസത്തിലില്ല, ആചാരത്തിലില്ല. എഴുത്തിലുണ്ട്, നാവിലുണ്ട്, ഹൃദയത്തിലില്ല. ഇല്ല. കേട്ടോ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കണ്ടു. എന്നിട്ട് സക്കരിയ നബി ചോദിച്ചു, അന്നാലക്കി ഹാദാ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ. ഇതെവിടുന്നാ കിട്ടിയത്? അപ്പൊ അവര് പറഞ്ഞത് അല്ലാഹ് തന്നതാ. എന്റെ പവറാന്നല്ല, പടച്ചോൻ അല്ലാഹ് ഉദ്ദേശിക്കുന്നവർ കണക്ക് നോക്കാതെ കൊടുക്കും. അല്ലേ? 37-ാമത്തെ വചനം 3-ാം അധ്യായം. 37-ാമത്തെ വചനം 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 37-ാമത്തെ വചനം. അടുത്ത കേട്ടോ. ഇത് കണ്ട് സക്കരിയ നബി സമസ്തക്കാരനാണെങ്കിൽ എന്താ ചെയ്യുക? മറിയം ബീവിനോട് വിളിച്ചു പ്രാർത്ഥിക്കും. കാരണം എന്താ? അല്ലാഹ് കൊടുത്ത കറാമത്ത് നേരിട്ട് കണ്ടുകൊണ്ട് കണ്ട്. സമസ്തയിലെ നമ്മളാരും ഒരാളെ കറാമത്ത് നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ കറാമത്തിനെ പറ്റി ഏജന്റുമാര് പ്രചരിപ്പിച്ച കഥ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ കറാമത്ത് നേരിട്ട് കാണുക. ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കണ പലതവണ കാണുകയാണ് സക്കരിയ അലൈഹിസ്സലാം. എന്നിട്ട് പോലും ആ കറാമത്ത് കാണിച്ച മറിയം ബീവിയോട് തേടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണോ? കറാമത്തില്ലാന്നോ ഉണ്ടെന്നോ? ഉണ്ട്. പക്ഷെ കറാമത്തുള്ളവരോട് തേടാൻ അത് കാരണമല്ല. അവർ കറാമത്തുണ്ട് എന്നത് അവരോട് തേടാൻ കാരണമല്ല. അല്ലേ? അതിനെന്താ തെളിവ്? കേട്ടോ, അതിനെന്താ തെളിവ്? സൂറത്തു ആൽ ഇംറാൻ 3-ാം അധ്യായം 38-ാമത്തെ വചനം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഹുനാലിക ദഅ സക്കരിയ. അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആയിരുന്നു. പടച്ചോനെ, മറിയം ബീവിക്ക് ക്ഷാമകാലത്ത് ഭക്ഷണം ഇറക്കി കൊടുക്കാൻ കഴിവുള്ളവനല്ലേ നീ? എങ്കിൽ പടച്ചോനെ, എനിക്കൊരു കുട്ടീനെത്താം. അപ്പൊ കറാമത്ത് കണ്ടാൽ ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹിനോട് ദ്വേർക്കുന്നാണ് ഇസ്ലാം. സമസ്തയോ കറാമത്ത് കണ്ടാൽ അള്ളാഹിനെ വിടും, കറാമത്ത് കാണിച്ചോനെ പിടിക്കും. ഇതാണ് സമസ്ത. അള്ളാഹിനെ എങ്ങനെങ്കിലും അടിച്ച് പഠിക്ക് പിണ്ടം പുറത്താക്കി പിണ്ടം വെക്കുക. അതിനാണ് സമസ്ത മുസ്ലിയാക്കന്മാർ ഡിഗ്രി എടുക്കുന്നത്.
എന്തിനാ സക്കാഫിയാണ്? കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹ് വടിക്ക് പുറത്ത്